രാവിലെ സൺറൈസിന് വേണ്ടി എല്ലാവരും ഇങ്ങനെ സ്ഥലം പിടിച്ചു വെച്ചിട്ടുണ്ട്, ഓരോ സ്ഥലത്ത്. എല്ലാവരും ഇങ്ങനെ സൺറൈസിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അതാ മേലെന്ന് ഇതിൽ കൂടി ഇങ്ങനെ ഇറങ്ങി വന്ന് അവിടെ കാണാൻ പ്ലാൻ. പെന്നാർ റിവർ. എന്തായാലും ഇത് കുറേ വർഷങ്ങളെടുത്ത രൂപം കൊണ്ട് ഇങ്ങനൊരു പ്രതിഭാസമാണിത്. ഒരു ഇന്ത്യൻ ഗ്രാൻഡ് കാനിയൻ എന്ന് പറയാതിന്, അങ്ങനെയാണ് ഇപ്പോൾ ഇത് അറിയപ്പെടുന്നത്. കുറേ വർഷങ്ങൾ, അതായത് ഒരു മലൻ്റെ നേറുള്ളൊരു നദിയാണ്. അത് ഒഴുകി അതിൻ്റെ പ്രഷർ കാരണം അത് ഈ പാറയിൽ എടുത്തൊരു പ്രതിഭാസമാണ് ഈ കാണുന്നത്. ഇവിടെ ആയിരുന്നു ഗൈസ് നമ്മൾ ഇന്നലെ ടെൻ്റ് അടിച്ച സ്ഥലം. ഈ ഫസ്റ്റത്തെ വരിൻ്റെ ബാക്കിലായിരുന്നു നമ്മളെ ടെൻറ്റ്. മേലെ എത്തി. ഫോഗ് കാരണം വെള്ളത്തിൻ്റെ ഭംഗി വല്ലാതെ കാണുന്നില്ല. ഫോഗ് പോയി ഏകദേശം ഒരു ഉച്ച സമയമാകുമ്പോഴും ഇതിൻ്റെ ഈ പച്ചവെള്ളം ശരിക്കും എല്ലായിടത്തും കാണുന്നുണ്ടാവുക. അതുവരെ വെയിറ്റ് ചെയ്യാനുള്ള സമയം നമുക്കില്ല. കുറേ നടന്ന് എവിടേക്കൊക്കെ നടന്ന് പോകുന്നുണ്ട്. ഈ ലെവലിലാണ് വെള്ളം ഉണ്ടായിരുന്നത്. പണ്ട് മില്യൺ കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ ആയിരിക്കും, അത് കുറേ വർഷങ്ങൾക്ക് മുന്നേ ആയിരിക്കും. അപ്പോൾ ഇതിങ്ങനെ ഒഴുകി ഇതിൻ്റെ പ്രഷർ കാരണം പാറയിലുണ്ടായ ഗർത്തങ്ങളും ഇതാണത്, അങ്ങനെ രൂപപ്പെട്ടതാണിത്. നമ്മളിതാ അവിടെ പോയി ജസ്റ്റ് ഒരു ചായ മാത്രം കുടിച്ചു. നമ്മൾ വണ്ടി എടുത്ത് പോവാണ്. നമ്മളിന്നലെ ടെൻ്റ് അടിച്ച ഇവിടെയാണ്. എന്താണ് നമ്മളെ ടെൻ്റ് ഇവിടെ ടെൻ്റ് അടിച്ചു. കണ്ടില്ല, ഇവിടെ തന്നെയുള്ള വ്യൂ നോക്കിയേ, നല്ല വ്യൂ ആണ്, അടിപൊളി വ്യൂ. എന്തോ കാട്ടുണ്ട്. ഇതുണ്ടോ, കുറേ ടെൻ്റുകളുണ്ട് ഇവിടെ. പക്ഷെ നമ്മളെ ടെൻ്റാണ് ഭംഗി. നോക്കട്ടെ, നമ്മളെ ടെൻ്റ് കാണിച്ചു കൊടുക്കും. എന്താ വെച്ചിട്ടാ, പുതിയതാണ്. നമ്മൾ ആ ഫോട്ടോക്ക് ഒന്ന് പോയേക്കണം. ആ ഫോട്ടോൻ്റെ ഉള്ളിൽ കയറിയിട്ട് എന്താ കാണാനുള്ളത് നോക്കിയിട്ട് അത് കണ്ടാണ്ട് നേരെ അങ്ങോട്ട് വരാം. എന്നിട്ട് ഒറ്റപ്പോക്ക് റിട്ടേൺ. ഞാൻ ഇതൊന്ന് ടെൻ്റ് ഒന്ന് അൺസെറ്റ് ചെയ്യട്ടെ. ആക്ച്വലി ഒരു വില്ലേജ് പോലെയാണ്. അവിടെ ചാർമിനാറിന്റെ കോപ്പി.
രണ്ട് മിനാറേ ഉള്ളൂ. അതെ, 2 മിനാറുള്ളൂ. മിനാറാണ് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? Whispering pines, sing me your tune, caught in the rhythm of the stars and the moon. Teach me the language of rustling leaves. നല്ല ഗുഡ് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്പേസാണ്. നമ്മൾ കുറച്ച് സമയം ഇതിൻ്റെ ഉള്ളിൽ ചിലവഴിച്ചിട്ട് പിന്നെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് നമ്മൾ പോകാനുള്ള പരിപാടിയിലാണ്. കാരം ദോശ ആന്ധ്ര സ്റ്റൈലാണ്. നമ്മൾ ഹൈദരാബാദിൽ നിന്ന് കഴിക്കണ സെയിം ടേസ്റ്റ് അല്ല. ഇതിലൂടെ ഡ്രൈവ് ചെയ്ത് പോകാൻ നല്ല സുഖമാണ്, കാരണം തിരക്ക് നല്ല കുറവാണ്, നല്ല റോഡാണ്, ഫുൾ ഹൈവേ ആണ് അധികം വരുന്നത്. സോ നമ്മൾ ഏകദേശം ഒരു 150 കിലോമീറ്റർ ട്രാവൽ ചെയ്തു ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതാണ്. ഹൈദരാബാദ് എത്ര പോരാ. അങ്ങനെ നല്ലൊരു സൂര്യാസ്തമയം കൂടി ആസ്വദിച്ച് പോകുന്നതിൻ്റെ ഇടയിലാണ് നല്ല ഫിഷ് ഫ്രൈൻ്റെ സ്മെല്ല് വന്നത്. ഒന്നും നോക്കിയില്ല, കഴിക്കാൻ വേണ്ടി കയറി. ഈ മീനെ നമ്മളൊന്നും പൊടിച്ചാണ്ടില്ലേ, ആൾക്കാരെ പൊടിച്ചാണ്ടില്ല. ഈ മീനെ മറിച്ചിട്ട് അങ്ങനെ തിരിച്ചെത്തിയതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി ഷാഗ് ഹൗസിലാണ്. നല്ല ബിരിയാണി. Finally we have reached our home. ഒരു പ്രശ്നമില്ലാതെ കഴിച്ചില്ലേ, രക്ഷപ്പെട്ട് എത്തിപ്പെടാം. അങ്ങനെ നമ്മൾ പോയി വന്നു. നല്ല ക്ഷീണമുണ്ട്. ഏകദേശം 9:30-10 മണിയായി. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് റൂമിലെത്തി. ഇനി നല്ലൊരു ഉറക്കം, അത്രേ ഉള്ളൂ. നല്ല ടയേർഡായിട്ടുണ്ട്. ബാക്കി വീഡിയോസും കാര്യങ്ങളൊക്കെ നോക്കി എഡിറ്റ് ചെയ്തിട്ട് വേണം. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. പുതിയ ട്രിപ്പുമായി വരുന്നത് വരെ